أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله على إحسانه والشكر له على توفيقه وامتنانه والصلاة والسلام على الداعي إلى رضوانه وعلى آله وأصحابه وإخوانه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ പഠിച്ചു വരുന്ന വിഷയം ഖുലഫാഉർ റാഷിദൂൻ എന്ന വിശാലമായ വിഷയങ്ങളെ സംബന്ധിച്ചാണ്. നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രേഷ്ഠതകളും പ്രാധാന്യങ്ങളും മനസ്സിലാക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചായിരുന്നു. യഥാർത്ഥത്തിൽ മഹാന്മാരെ സംബന്ധിച്ചുള്ള ചർച്ചയും അവരുടെ ശ്രേഷ്ഠതകളും പറയുകയും മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് നമ്മൾക്കറിയാവുന്നതുപോലെ ഒരു ഇബാദത്തിൻ്റെ ഭാഗമാണ്. മഹാന്മാരെന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവിലൂടെയും ഉന്നതന്മാരെന്ന് വിളിച്ച ആളുകളെ പ്രത്യേകിച്ചും ആളുകൾ അവരുടെ ദേഹേച്ഛക്കനുസരിച്ച് മഹാന്മാരായി വാഴ്ത്തിയതല്ല, മറിച്ച് അള്ളാഹു അവൻ്റെ വിശുദ്ധ ഫുർഖാനുൽ അദീമിലൂടെ സർട്ടിഫൈ ചെയ്ത ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ വിശേഷിപ്പിച്ച ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെടുന്നതും, അതായത് കൂടുതലായി പരിചയപ്പെടുന്നതും പഠിക്കുന്നതും നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ പെരുമാറ്റത്തിലും നമ്മളുടെ സ്വഭാവത്തിലും അവരുടെ ഗുണങ്ങളും മര്യാദകളും പഠിക്കാൻ വേണ്ടി കൂടിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് 2 ദർസുകളിലൂടെ നമ്മൾ അത്തരം വിഷയങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുകയുണ്ടായത്. ഇന്നും നമ്മൾക്കതിൻ്റെ ബാക്കി തന്നെയാണ് പഠിക്കുവാനുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിമീങ്ങൾ, സഹാബിമാർ ബയ്യത്ത് ചെയ്തതും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിടവാങ്ങലും ഒക്കെയാണ് ഇന്നത്തെ ദർസിൻ്റെ പ്രധാന വിഷയങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ഇസ്ലാമിക ലോകത്തിൻ്റെ ഏകകണ്ഠമായ അഭിപ്രായപ്രകാരം ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇനി ആര് എന്ന ചോദ്യം പ്രസക്തി ഇല്ലാത്ത വിധം അതാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തൻ്റെ ജീവിതകാലത്ത് സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി സന്ദർഭങ്ങളിൽ ആ കാര്യം ഉണർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പല വിഷയങ്ങളും മുൻപ് ദർസുകളിൽ കടന്നുപോയതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഏത് സമയവും അവർ കണ്ടിരുന്ന വ്യക്തിത്വമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ, ചരിത്ര ഗ്രന്ഥങ്ങൾ പരതി നോക്കിയാൽ അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, കൂടെ അബൂബക്കറും റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി, പുറപ്പെട്ടു, ഇരുന്നു, സംഭാഷണത്തിന് പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അബൂബക്കർ, മിക്കപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹുമ, അവരുടെ പേരുകളും നമ്മൾ കാണാറുണ്ട്. അത് കാണുന്നവരാണ് സഹാബിമാർ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ പ്രയാസമുണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള സഹവാസം, അതിൻ്റെ സ്ഥാനം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രത്യേകത സഹാബിമാർ അംഗീകരിച്ചിരുന്നു. കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാറുണ്ടായിരുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഗാർ സൗറിൽ താമസിച്ച ഒരു ദിവസം ഖൈറും മിൻ ഉമർ വ ആലി ഉമർ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെയും ഉമറിന്റെ മക്കളുടെയും കുടുംബങ്ങളുടെയും മുഴുവൻ സൽക്കർമ്മങ്ങൾ തൂക്കിയാൽ അബൂബക്കറിന്റെ ഒരു ദിവസത്തിന് സമാനമാവുകയില്ല എന്ന് സ്വന്തം ചെറുതാക്കിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു.
അത്ര വലിയ പ്രശംസയാണ് ആ ഒരു ദിവസത്തിന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നൽകിയത് എന്നത് നമ്മൾ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ കഴിഞ്ഞ ദർസുകളിലൂടെ പറയുകയുണ്ടായതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, അബൂബക്കർ സയ്യിദുന, അബൂബക്കറാണ് നമ്മളുടെ നേതാവ്. അഅ്തഖ ബിലാലൻ സയ്യിദന, അബൂബക്കർ മോചിപ്പിച്ച അടിമയാണ് നമ്മളുടെ മറ്റൊരു നേതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി 5 വക്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താമസ സ്ഥലത്തും യാത്രയിലും ഹയ്യ അലസ്സലാ എന്ന നമസ്കാരത്തിന് വിളിച്ചിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വതന്ത്രനാക്കി മാറ്റിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അബൂദർദാ റളിയല്ലാഹു അൻഹു നടക്കുന്നത് കണ്ടു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ. അപ്പൊ അദ്ദേഹത്തിനെ ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, അതംഷി അമാമ അബൂബക്കർ, അബൂദർദാ, നിങ്ങളുടെ ആരുടെ മുന്നിലാണ് നിങ്ങൾ നടക്കുന്നത്? ഭൂമിയിൽ ഏറ്റവും പ്രവാചകന്മാർക്ക് ശേഷം അഫ്ദലായ വ്യക്തിയുടെ മുന്നിൽ നിങ്ങൾ നടക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത പരിഗണിച്ചുകൊണ്ട് പിന്നിലാണ് നിങ്ങൾ നടക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. റസൂലുള്ളാഹിന്റെ കൂടെ നുബുവത്ത് ലഭിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചത് മുതൽ അബൂബക്കർ ഒരു നേലായി പ്രവർത്തിക്കുകയാണ്. കച്ചവടം ഒരു കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു. ഏറെക്കുറെ അല്പസ്വല്പം മാത്രമാണ് പിന്നീട് ഉണ്ടായിരുന്നത്. ഓരോ സന്ദർഭങ്ങളിലും ബദറിലുണ്ടായിരുന്നു, ഉഹദിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന കണ്ടിട്ട് അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ കഫാക മുനാശതക റബ്ബിക, ഇനി മതി പ്രാർത്ഥിച്ചത്, അള്ളാഹു അത് കേട്ടിരിക്കുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഹിജ്റയുടെ രംഗം നമ്മൾ പറഞ്ഞു. അതേപോലെ ഓരോ രംഗത്തും പല സന്ദർഭങ്ങളിലും മുഹാജിറുകളുടെ പതാക വഹിച്ചിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. ബദർ യുദ്ധത്തിൽ ഖുറൈശികളിലെ മൂപ്പന്മാർ ദ്വന്ദ്വ യുദ്ധത്തിന് വെല്ലുവിളിച്ചപ്പോ ആദ്യം ചാടിയിറങ്ങിയത് അബൂബക്കറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മത്യനാ ബി ഹയാതിക യാ അബൂബക്കർ, അബൂബക്കർ നിങ്ങൾ എന്റെ കൂടെ ഒന്ന് ജീവിച്ച് ഞങ്ങളെ ആ കൊതി തീരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിനോട് പറയാൻ. ഷഹാദത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ വെമ്പൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചു നിർത്തുകയാണ്. നിങ്ങൾ പോകരുത്, ഞങ്ങളുടെ കൂടെ ഇനിയും ഞങ്ങളുടെ കൂടെ സഹവസിച്ച് നിങ്ങൾ വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിനെ പിടിച്ചിരുത്തുകയാണ്. റസൂലുള്ളാഹ് ഹജ്ജ് ചെയ്യുന്നതിന്റെ തൊട്ട് തലേ വർഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് അമീറായി നിയോഗിച്ചത്. എന്തിനു വേണ്ടി? ഹജ്ജ് ചെയ്യാൻ വേണ്ടി. കഅബ ശുദ്ധീകരിക്കാനും അവിടെ പോയിട്ട് പ്രഖ്യാപനം നടത്താനും കൂടെ അലി റളിയല്ലാഹു അൻഹുവിനെയും പറഞ്ഞയച്ചിരുന്നു. അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ട് അല്പം ബേക്കിലാണ് പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചതും അങ്ങനെ തന്നെയാണ്. പകുതി വഴി എത്തിയപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു പിന്നിൽ വരുന്നത്. അപ്പൊ അബൂബക്കർ ചോദിച്ചു, നിങ്ങൾ അമീറായിട്ടാണോ വരുന്നത്, അതല്ല എന്റെ അനുയായി ആയിട്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചിട്ടുള്ളത്? അബൂബക്കറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രായം ചെറിയ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അലിയെ കണ്ടപ്പോൾ എന്നെ മാറ്റി നിങ്ങൾ അമീറാക്കിയിട്ടാണോ, അതല്ലെങ്കിൽ മറ്റൊരു അമീറിനായിട്ട് നിയോഗിച്ചതാണോ, അതല്ല നിങ്ങൾ കൂടത്തിൽ കൂടാൻ വേണ്ടിയാണോ? അലി അൻഹു പറഞ്ഞു, അല്ല, എന്നെ നിങ്ങളുടെ അനുയായിയായി നിയോഗിച്ചതാണ്. സൂറത്ത് ബറാഅത്ത്, സൂറത്ത് തൗബയിലെ ആദ്യ വചനങ്ങൾ അവതരിച്ചിരുന്നു. അത് എല്ലാ സ്ഥലത്തും വിളിച്ചു പറയാൻ വേണ്ടിയാണ് എന്നെ നിയോഗിച്ചത് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു. അവർക്കൊക്കെ അവരുടെ സ്ഥാനവും മാനവും അതേപോലെ തന്നെ അബൂബക്കറിന്റെ പദവിയും ശരിക്കും അറിയാമായിരുന്നു സഹാബിമാർക്കൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സഹാബിമാരോടും ഒരേ രൂപത്തിലായിരുന്നു പെരുമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും സ്നേഹം എന്നോടാണ് എന്നായിരുന്നു. റസൂലിന്റെ പെരുമാറ്റത്തിന്റെ പ്രത്യേകതയാണത്. അള്ളാഹുവിന്റെ റസൂലാണ്, ലോകത്തിന്റെ ഗുരുവാണ്, അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലിന്റെ ഈ സ്നേഹം കണ്ടപ്പോ, അദ്ദേഹം വളരെ വൈകി മുസ്ലിമായ സഹാബിയാണ്, പക്ഷെ നല്ല ബുദ്ധിയും അറബികളിലെ മലയാളം പറഞ്ഞാൽ ദുഹാത്തുൽ അറബ് ചാണക്യനായിരുന്നു അദ്ദേഹം. 4 ആളുകളിൽ ഒന്ന് അംർ ഇബ്നുൽ ആസ് ആണ് റളിയല്ലാഹു അൻഹു. ദാത്തു സലാസിലെ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? അപ്പൊ അദ്ദേഹം വിചാരിച്ചത് നിങ്ങളാണ് എന്ന് പറയും, അതൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ചോദിച്ചതാണ്. അദ്ദേഹത്തിന്റെ ധാരണ അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? എന്നെയാണ് എന്നാണ് ആര് വിചാരിച്ചിട്ടുള്ളത്? അബ്ദുല്ലാഹി ഇബ്നു അംർ. അപ്പൊ അതൊന്ന് ഉറപ്പുവരുത്തിയതാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ആയിഷ, എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആരോടാണ്? ആയിഷയോടാണ്. അപ്പൊ അദ്ദേഹം തിരുത്തി, മിനർ റിജാലി, അല്ല സ്ത്രീകളുടെ കൂട്ടത്തിലല്ല, ആണുങ്ങളുടെ കൂട്ടത്തില്. റസൂലുള്ളാഹിന്റെ മറുപടി, അബൂഹ, അത് അവളുടെ ഉപ്പ. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിന്നെ ചോദിച്ചു, പിന്നെ ആരാണ്? എന്നാ 2ാം സ്ഥാനത്തായിരിക്കും ഞാൻ. അപ്പൊ പറഞ്ഞു, സുമ്മ ഉമർ,
ഒന്നുകൂടി ചോദിച്ചു. പിന്നെ അദ്ദേഹം നിർത്തി. ഇനി ചിലപ്പോൾ അവസാനം പറഞ്ഞാലോ എന്ന് പേടിച്ച് അദ്ദേഹം മിണ്ടാതിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വ്യക്തമാക്കി കൊടുക്കുകയാണ് റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ്. പുരുഷന്മാരുടെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് രംഗത്ത് ആ കാര്യം പറഞ്ഞിരുന്നു. വഫാത്തിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. അവർ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, അടുത്ത വർഷം വാ, അടുത്ത വരവിൽ ആ കാര്യം പരിഹരിക്കാം. അപ്പൊ ആ സ്ത്രീയുടെ ചോദ്യം, ഞാൻ വരുമ്പോൾ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഫഇല്ലം തജിദീനി ഫഅതി അബൂബക്കർ. എന്നെ കണ്ടിട്ടില്ലെങ്കിൽ ആരെ സമീപിക്കുക? അബൂബക്കറിനെ. ആ സ്ത്രീ ചോദിച്ചത് നിങ്ങൾ നിങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ എന്ന ദ്വയാർത്ഥത്തിലാണ് അതിന്റെ ചോദ്യം ഉണ്ടായത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ മരണപ്പെട്ടതായി കണ്ടാൽ നീ സമീപിക്കേണ്ടത് അബൂബക്കറിനെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ പത്നി അബൂബക്കറിന്റെ മകളാണ്. അബൂബക്കർ വിവാഹം ചെയ്തു കൊടുത്തതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പുരുഷൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാങ്ക് വിളിച്ച നേരത്തെ പറഞ്ഞതുപോലെ ബിലാൽ അബൂബക്കർ മോചിപ്പിച്ച വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ രംഗത്തും ആ കാര്യം അരക്കിട്ട് ഉറപ്പിച്ച് പറയാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശറഹ് സുന്നയിൽ ഇമാം ലാലക്കായി നിവേദനം ചെയ്യുന്നത് ഒരു യാത്രയിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുബായിലേക്ക് അവിടെ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ആ റിപ്പോർട്ടിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനോട് പറഞ്ഞു, ഞാൻ വരാൻ വൈകിയതായി കണ്ടാൽ അബൂബക്കറിനെ നിർത്തിയിട്ട് നിങ്ങൾ നിസ്കാരം പൂർത്തിയാക്കുക, വൈകിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരം ആരംഭിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. സ്വഹീഹുൽ ബുഖാരിയിലുള്ളത് ആ പദങ്ങളില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുബായിലേക്ക് പോയി തിരിച്ചു വന്നപ്പോഴേക്ക് സമയം വൈകുമോ എന്ന് അവർ ഭയപ്പെടുകയും ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കറിനോട് ചോദിച്ചു, നിങ്ങൾ ഇമാമ് നിൽക്കുവോ, ഞാൻ ഇക്കാമത്ത് വിളിക്കാം. അബൂബക്കർ പറഞ്ഞു, സമയം വൈകുകയാണല്ലോ, തെറ്റിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമ് നിന്നു. പൂർത്തിയാക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തി. അപ്പൊ ആളുകൾ കൈയടിക്കാൻ തുടങ്ങി. കുറെ കൈയടിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തിരിഞ്ഞു നോക്കി, എന്താണത്, ആളുകൾ ബഹളം ഉണ്ടാക്കണ നിർത്തുന്നില്ലല്ലോ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് കണ്ടു. അബൂബക്കർ മാറി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. പക്ഷെ അബൂബക്കർ സമ്മതിച്ചില്ല, പിന്നിലേക്ക് മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിലേക്ക് വന്ന് നമസ്കാരം ഏറ്റെടുത്തു, പൂർത്തിയാക്കി. സലാം വീട്ടിയതിന് ശേഷം റസൂലുള്ളാഹി ചോദിച്ചു, എന്തുകൊണ്ടാണ് അബൂബക്കർ നിങ്ങൾ നിസ്കാരം തുടരാതിരുന്നത്? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് നിസ്കരിക്കാൻ. ആർക്ക് ഇമാമായിട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അപ്പൊ അബൂബക്കറിന്റെ മറുപടി, സാധുവായ അബൂ ഖുഹാഫയുടെ മകൻ അള്ളാഹുവിന്റെ റസൂലിന് ഇമാമായി നിൽക്കാൻ യോഗ്യനല്ല, അതുകൊണ്ടാണ് ഞാൻ മാറിയത് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കുകയാണ്. നേരത്തെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയും ചെയ്തു അബൂബക്കറിനെ ഇമാമാക്കി നിർത്തണം എന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ അപ്പോൾ ആർക്കും പറ്റിയിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു സമയം ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചിട്ടുണ്ട്. അതാരാണ്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് ഒരു ഫജ്ർ നമസ്കാരം, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വദൂ ചെയ്യാനോ മറ്റോ കാര്യത്തിന് വേണ്ടി അല്പം ദൂരത്തേക്ക് മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്താൻ വൈകി. ഫജ്ർ നമസ്കാരമാണ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കണം. സമയം തെറ്റുമെന്ന് കണ്ടപ്പോ അവര് ബാങ്ക് വിളിച്ചു, ഇഖാമത്ത് വിളിച്ചു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം സമ്മതിച്ചു, ഇമാമായി നിസ്കരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിനിടയിൽ വന്നു. പൂർത്തിയാക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ തുടർന്ന് നിസ്കരിക്കുകയും സലാം വീട്ടിയതിനു ശേഷം ബാക്കി നഷ്ടപ്പെട്ട ഒരു റക്അത്ത് അല്ലെങ്കിൽ ബാക്കി ഭാഗം റസൂലുള്ളാഹി പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് ഒരേ ഒരു സഹാബിയാണ് റസൂലിന് ഇമാമായി നിന്നിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്നത് മാറിക്കൊടുക്കുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തത്. ഇന്ന് നമുക്ക് സഹീഹുൽ ബുഖാരിയിലാണ് ഈ രണ്ട് സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി തന്നെ ഉണർത്താറുണ്ടായിരുന്നു, ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബൂബക്കർ വ ഉമർ. എന്റെ കാലശേഷം നിങ്ങൾ രണ്ടാളുകളെ തുടരുക. അതാരാണ്? അബൂബക്കറിനെയും ഉമറിനെയും. അപ്പൊ ഇതിൽ നിന്നൊക്കെ അവർക്ക് ലഭിക്കുന്ന ഒരു സൂചനയുണ്ട്.
മുമ്പ് നമ്മൾ പറഞ്ഞ ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ ചേർത്ത് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ആര് തന്നെയാണ് ഇസ്ലാമിക സമൂഹത്തെ നയിക്കാൻ ഏറ്റവും യോഗ്യൻ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഒരു നേതാവ് എന്ന നിലയിൽ, ഒരു യോദ്ധാവ് എന്ന നിലയിൽ, ഒരു ആലിം എന്ന നിലയിൽ, ഒരു മുറബ്ബി എന്ന നിലയിൽ, അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത. അബൂബക്കർ റളിയല്ലാഹു അൻഹു സഹാബികളുടെ കൂട്ടത്തിലെ ഏറ്റവും അറിവുള്ളവനായിരുന്നു. പലപ്പോഴും നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസോ ഒക്കെ ആയിരിക്കും. കാരണം അവരാണല്ലോ ഹദീസുകളും അവരുടെ പേരാണല്ലോ കേൾക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു 170-ൽ താഴെ ഹദീസുകൾ മാത്രമാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. 5000-ഓളം ഹദീസുകളാണ് ആയിഷ റളിയല്ലാഹു അൻഹയും അബൂ ഹുറൈറയും റളിയല്ലാഹു അൻഹും അജ്മഈൻ, ആയിഷ റളിയല്ലാഹു അൻഹയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും മറ്റ് സഹായിമാരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓരോരുത്തരും 5000-വും 4000-വും അതിന്റെ താഴത്തേക്ക്. പിന്നെ എന്തുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വെറും 170 മാത്രമായത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹദീസ് പറയേണ്ടിയിരുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അനുയായികളായി ഉമർ ഇബ്നുൽ ഖത്താബും ആയിഷ റളിയല്ലാഹു അൻഹുവൊക്കെയാണ് ഉള്ളത്. അവർ അതേപോലെ പണ്ഡിതന്മാരായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു അംറും അബ്ദുല്ലാഹി ഇബ്നു ഉമറും അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈറൊക്കെ ജീവിച്ച കാലത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ അന്ന് താബീങ്ങളാണുള്ളത്. ഇസ്ലാമിലേക്ക് പുതിയതായി കടന്നു വന്ന ആളുകളാണ്. അവർക്ക് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് പിന്നീട് 10, 30, 40 വർഷത്തിന് ശേഷം. അതുകൊണ്ടാണ് അവരുടെ റിവായത്ത് നമ്മൾക്ക് കിട്ടിയത്. അതല്ലെങ്കിൽ ഇൽമുള്ളതാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബുമാണ്. ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിരുന്നു, സഹായിമാർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വം, ഒരു നേതാവിന് വേണ്ട എല്ലാ ഗുണവും ഒത്തിണങ്ങിയ വ്യക്തിയായിരുന്നു. ആര്? ഏറ്റവും കൂടുതൽ സഹായിമാരിലൊക്കെ അതുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ഒത്തിണങ്ങിയത് ആരിലായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തർബിയത്ത്, ഖുർആനിന്റെ ശിക്ഷത്വം ലഭിച്ച വ്യക്തികളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹാനായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്രസയിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ അവിടുത്തെ കുല്ലിയത്തുൽ ഹർബിയ, അവിടുത്തെ യുദ്ധ കോളേജിലെ ഏറ്റവും നല്ല പോരാളി, അങ്ങനെ വർണ്ണിച്ചാൽ അതൊക്കെ അബൂബക്കർ സിദ്ദീഖ് തന്നെയായിരുന്നു. ചെറിയ കുട്ടിയെപ്പോലെ ലോലനായ ഹൃദയൻ, ആർദ്രതയുടെ അങ്ങേയറ്റം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ബനിൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് മുനാഫിക്കുകൾ ഒരു പ്രചാരണം നടത്തി, കുപ്രചാരണം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹദീസുൽ ഇഫ്ക്, അപവാദ പ്രചരണം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. മുനാഫിക്കുകൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ, കലാമിലൂടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം ഖിയാമത്ത് നാൾ വരെ ആളുകൾ പാരായണം ചെയ്തതിനു വേണ്ടി സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്, അവതരിപ്പിച്ചിരിക്കുകയാണ് ആ നിരപരാധിത്വം. ഇന്നും പക്ഷേ അതിനുശേഷവും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ആ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ആരാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കുടുംബം സ്നേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഷിയായികൾ. അവർ പറയുന്നത് അതാണ്. അവർ ഖുർആനിന്റെ നസ് അനുസരിച്ച്, ഖുർആനിന്റെ വ്യക്തമായ പ്രഖ്യാപനം അനുസരിച്ച് കാഫിറുകളാണ്. കാരണം അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കുകയാണ്, ആയിഷ റളിയല്ലാഹു വിശുദ്ധയാണ്. പിന്നെയും അതല്ല എന്ന് പറയുമ്പോൾ ഖുർആനിന്റെ ഖണ്ഡിതമായ ഒരു സംശയമില്ലാതെ പറഞ്ഞ കാര്യം നിഷേധിക്കലാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹ, സൈന്യമൊക്കെ ഇറങ്ങിയ സ്ഥലത്താണ്, അവർ തമ്പടിച്ച സ്ഥലത്ത് നിന്ന് അല്പം ദൂരത്തേക്ക് മാറി ഒന്ന് ഈ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അല്പം ദൂരത്തേക്ക് പോയി. തിരിച്ചെത്താൻ അല്പം വൈകി. കൂടെയുള്ള ആളുകളും പല്ലക്ക് വഹിക്കുന്ന ആളുകളും, ആയിഷ റളിയല്ലാഹു അൻഹ വളരെ മെലിഞ്ഞ സ്ത്രീയായിരുന്നു, ചെറിയ പ്രായക്കാരിയാണ്, അവരതിലുണ്ട് എന്നുള്ള ധാരണയിൽ പല്ലക്കെടുത്തിട്ട് ഒട്ടകപ്പുറത്ത് വെച്ചു. അവർ യാത്ര തുടർന്നു. മദീനയിൽ എത്താനായ സമയത്താണ് ഇതിൽ ആരില്ല എന്ന് സഹായിമാര് മനസ്സിലാക്കുന്നത്. പല്ലക്കുവാഹകരായ സഹായിമാര് മനസ്സിലാക്കുന്നത് ആയിഷ ഇതിലില്ല എന്ന കാര്യം അവർ അപ്പോഴാണ് അറിയുന്നത്. അവരവിടെ നിന്നു. അവരെല്ലാവരും പ്രയാസത്തിലായി. ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു വരുമ്പോൾ കാണുന്നത് ആരുമില്ല. അവർക്ക് മനസ്സിലായി ആരെങ്കിലും തിരിച്ചു വരും, കാര്യം മനസ്സിലാക്കിയിട്ട് എന്ന ധാരണയിൽ അവരവിടെ ഇരുന്നു. അന്നത്തെ യാത്രാ സംഘത്തിന്റെയൊക്കെ സ്വഭാവം അനുസരിച്ച് യാത്രയുടെ സംഘം പോയി കഴിഞ്ഞതിന് ശേഷം 1 or 2 ആളെ നിയോഗിക്കും, എന്തെങ്കിലും വീണുപോയ സാധനം പെറുക്കാനോ കുടുങ്ങിയിരിക്കുന്ന ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ നിയോഗിച്ചത് ആ സമയത്ത് സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ എന്ന സഹാബിയായിരുന്നു. അദ്ദേഹം പറയുന്നത് സഹീഹ് ബുഖാരിയിലെ റിപ്പോർട്ടിലുള്ളത്, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹ മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുന്നത് കണ്ടു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, അദ്ദേഹം എന്നെ ഹിജാബിന്റെ ആയത്ത് അവതരിക്കുന്നതിന് മുമ്പ് കണ്ട് പരിചയമുണ്ടതുകൊണ്ട് എന്നെ തിരിച്ചറിഞ്ഞു.
ഞാൻ ഉണരുന്നത് ഉറങ്ങുകയായിരുന്നു, തളർന്ന് ഉറങ്ങുകയായിരുന്നു. ഞാൻ കേട്ട വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊരു വാക്ക് കേട്ടു. ഞാൻ കണ്ണു തുറന്നു നോക്കി, കാണുന്നത് ആരെയാണ്? സഫ്വാനെയാണ്. അദ്ദേഹം ഒട്ടകത്തിനെ കൊണ്ടുവന്നു, അതിനെ കിടത്തി, അതിനെ ഇരുത്തി. ഞാൻ ഒട്ടകപ്പുറത്ത് കയറി. മദീനയിൽ എത്തുന്നത് വരെ ഒരക്ഷരം പോലും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്ക് മദീനയിലാകെ ആയിഷ റളിയല്ലാഹു അൻഹ സഫ്വാനുമായി സന്ധിക്കാൻ വേണ്ടിയാണ് ആസൂത്രിതമായി ഒട്ടകക്കട്ടിലിൽ നിന്ന് ഇറങ്ങി മാറി നിന്നത് എന്ന് പ്രചരിക്കാൻ തുടങ്ങി. ഈ ഒരു ആയിഷ റളിയല്ലാഹുവിന്റെ ചെവിയിൽ എത്തിയിട്ടില്ല. അവര് മദീനയിൽ എത്തിയപ്പോഴേക്കും യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് തിരിച്ചു വരികയാണ്. തളർന്ന് പനി പിടിച്ചു, വീട്ടിൽ വിശ്രമിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനി പിടിക്കുമ്പോഴും അസുഖം വരുമ്പോഴൊക്കെ സാധാരണ പ്രകടിപ്പിക്കാറുള്ള ഒരു സ്നേഹവും പരിലാളനയും റസൂലിന്റെ അടുത്ത് കിട്ടുന്നില്ല. അപ്പൊ അവര് ചോദിച്ചു, ഞാൻ വീട്ടിൽ പോട്ടെ. തൊട്ടപ്പുറത്തുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് മാറി അവിടെയാണ് താമസിക്കുന്നത്. അപ്പോഴേക്ക് മദീനയിൽ മുഴുവൻ ഈ പ്രചാരണം നടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. ഈ വാർത്ത കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അബൂബക്കറിന്റെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ഒക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസമുണ്ടാക്കിയ പ്രശ്നമാണ്. ആളുകളെ നല്ലത് ഉപദേശിക്കുന്ന, ലോകത്തിന് വഴി കാണിക്കേണ്ട വിശുദ്ധരായ ആളുകളുടെ വീട്ടിലാണ് ഏറ്റവും വലിയ തോന്നിവാസം നടന്നു എന്ന് ആളുകൾ പ്രചരിപ്പിക്കുന്നത്. ആ കൂട്ടത്തിൽ പലപ്പോഴും പല സഹാബിമാരും പെട്ടുപോയി എന്നുള്ളതാണ്. പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഹംന ബിൻത് ജഹ്ഷ് ഉണ്ടായിരുന്നു. അതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇളയച്ചി, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാല്. അതായത് സൈനബിന്റെ അനുജത്തിയാണ്. ആര്? ഹംന. അവര് വിട്ടിരുന്നു. മിസ്തഹബിന് അസാസ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമ്മായിയുടെ മകനാണ്. മിസ്തഹിന്റെ ഉമ്മു മുസ്തഹ് അബൂബക്കറിന്റെ വീട്ടിലൊരു വേലക്കാരിയെ പോലെ താമസിക്കുന്ന, ആനുകൂല്യങ്ങൾ പറ്റി കഴിയുന്ന ഒരു സ്ത്രീയാണ്. ഇങ്ങനെയുള്ള മഹാന്മാരായ സഹാബിമാര് പോലും അവര് പെട്ടു എന്ന് പറഞ്ഞാൽ അവർ വേറെ ആളുകളോട് പറഞ്ഞിട്ടേ ഉള്ളൂ, നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പക്ഷെ ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് കേട്ടാ മിണ്ടാൻ പാടില്ല അത്തരം കാര്യങ്ങൾ. അവരത് വേറെ ആളുകളോട് ചോദിക്കുകയോ പറയുകയോ ചെയ്തു, അത്രേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പ്രചരിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള സഹാബിമാരും ഈ ഒരു സ്ത്രീയുമാണ് അതില് വീണുപോയത് എന്ന് അതിങ്ങനെ കത്തിപ്പടരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ സഹാബിമാരോട് കൂടി ആലോചിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. റസൂലിന്റെ വീട്ടുകാരനാണല്ലോ, മകനെ പോലെയാണ് കാണുന്നത്. അലിയോട് ചോദിച്ചു, അലി എന്ത് ചെയ്യണം? അപ്പൊ അലി പറഞ്ഞു, അങ്ങോട്ട് ഒഴിവാക്കിയാ മതി. വന്നിസാഉ സിവാഹ കസീർ, എത്ര പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ട്. ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യാ? ആയിഷ റളിയല്ലാഹു ഒഴിവാക്കുക, ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാം എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ ചെറിയ മനസ്സിന്റെ ആ രൂപത്തിലുള്ള നിഷ്കളങ്കമായ ഒരു കാര്യം പറഞ്ഞതാണ്. വീട്ടിലുണ്ടായിരുന്ന വേലക്കാരി ബരീറയോട് അന്വേഷിച്ചു. അതൊക്കെ വിശാലമായ സംഭവങ്ങളാണ്. അങ്ങനെ ഒരു പിടിയും കിട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിമാരെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി ഈ കാര്യം പറഞ്ഞു. എന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നേ വരെ ഒരു സംശയം എനിക്ക് ഉണ്ടായിട്ടില്ല. ചില ആളുകൾ ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ സഹാബിമാര് ചേരി തിരിഞ്ഞ് അടിയുടെ വക്കത്തെത്തി. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണെങ്കിൽ ഞങ്ങൾ കൊന്തോളാന്ന് അൻസാരികളും അവരുടെ കൂട്ടത്തിലെ ഖസറജികളും, അതെങ്ങനെ നിങ്ങൾ കൊല്ലുക എന്ന് പറഞ്ഞിട്ട് ഹൗസിലെ ആളുകളും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിന്റെ വക്കത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പള്ളിയിൽ അടക്കിയിരുത്തി. ഇതൊക്കെ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെടുന്ന സംഭവമാണ്. പെട്ടെന്ന് ചില പ്രശ്നങ്ങളുടെ പേരിൽ വൈകാരികമായി പ്രതികരിച്ചു പോയതാണ്. റസൂൽ അവരെ ശാന്തരാക്കി വീട്ടിലേക്ക് തിരിച്ചുപോയി. അതിനിടയിൽ ഉമ്മു മിസ്തഹിന്റെ കൂടെ ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കറിന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോയതാണ് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി. തിരിച്ചു വരുന്ന വഴിയിൽ ഉമ്മു മുസ്തഹ് അവരുടെ പർദ്ദ തടഞ്ഞു വീണു. അപ്പൊ അവര് പറഞ്ഞു, കാത്തലല്ലാഹു മിസ്തഹ്. അങ്ങനെ ഒരു ശാപവാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ചീത്ത വാക്ക് പറഞ്ഞു. അപ്പൊ ആയിഷ റളിയല്ലാഹുവിന്റെ പ്രതികരണം, നിങ്ങൾ ആരെ പറ്റിയാണോ പറഞ്ഞത്? ബദറിൽ പങ്കെടുത്ത മിസ്തഹിനെ പറ്റി. ബദരീങ്ങളിൽപ്പെട്ട വ്യക്തിയാണ് ആര്? മിസ്തഹ്. അവരെയാണോ നിങ്ങൾ ചീത്ത പറയുന്നത്? അപ്പോ ഉമ്മയുടെ തിരിച്ചുള്ള ചോദ്യം, അവര് പറഞ്ഞു നടക്കണമെന്നും നീ കേട്ടിട്ടില്ലേ? ആയിഷ പറഞ്ഞു, എന്താ പറഞ്ഞു നടക്കണത്? ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. നേരെ അബൂബക്കറിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, എന്താണ് ഈ കേൾക്കുന്നത്? അവര് പറഞ്ഞു, അതെ അങ്ങനെ പറയപ്പെടുന്നു. ഉമ്മ റൂമാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ പറയുന്നുണ്ടോ ആൾക്കാർ? അതെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ആൾക്കാർക്ക് അത് പറയാൻ പറ്റുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഒരുപാട് സ്ത്രീകളുള്ള ആളുകൾക്ക് അങ്ങനെയൊക്കെ, ഒരുപാട് സ്ത്രീകളുള്ള പുരുഷന്റെ ഭാര്യയാകുമ്പോൾ മറ്റുള്ള സ്ത്രീകളൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്ന രൂപത്തിൽ അവരെന്ത് ചെയ്തു? അസൂയ കൊണ്ട് ആളുകൾ പ്രചരിപ്പിക്കുന്നതായിരിക്കാം എന്ന രൂപത്തിൽ പറയുകയും ചെയ്തു. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയാൻ തുടങ്ങി. 3 ദിവസം തുടർച്ചയായി ഞാൻ കരഞ്ഞു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. കണ്ണീര് വറ്റിപ്പോയി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു 3 ദിവസത്തിന് ശേഷം, അപ്പോഴേക്ക് 10-40 ദിവസത്തിലേറെ കഴിഞ്ഞിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു അടുത്ത് വന്നു. ഈ എന്ത് ചെയ്യണം, പ്രശ്നം പരിഹരിക്കണമല്ലോ. ആയിഷയുടെ അടുത്ത് വന്നിട്ട് റളിയല്ലാഹു അൻഹ റസൂൽ ചോദിക്കുകയാണ്, യാ ആയിഷ, അല്ലയോ ആയിഷ, മനുഷ്യന്മാർ തെറ്റ് ചെയ്താൽ തൗബ ചെയ്യണം. ഫഇന്നൽ മർഅ ഇദാ താബ താബല്ലാഹു അലൈഹി, മനുഷ്യന്മാർ തെറ്റ് സംഭവിച്ചാൽ തൗബ ചെയ്താൽ അല്ലാഹു തൗബ സ്വീകരിക്കും. ആരോടാ പറയുന്നത്? ആയിഷ റളിയല്ലാഹുവയോട്. ആയിഷ റളിയല്ലാഹു പൊട്ടിക്കരഞ്ഞു. ഇപ്പൊ റസൂൽ എന്താ വിശ്വസിച്ചിട്ടുള്ളത്? എന്നെ സംബന്ധിച്ച് അങ്ങനെ വിശ്വസിച്ചോ എന്ന് വിചാരിച്ചുകൊണ്ട് കരയാണ്. അവര് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് ഒരു ഭാഗത്തിരിക്കുന്നു, ഉമ്മ ഒരു ഭാഗത്തിരിക്കുന്നുണ്ട്. ഞാനിപ്പോ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, അള്ളാഹുവിനറിയാം ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചിന്തിച്ചിട്ടില്ല എന്ന് നിങ്ങളെല്ലാവരും വിശ്വസിക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലോ അള്ളാഹുവിനറിയാം ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത്, പക്ഷെ നിങ്ങൾ ആരും വിശ്വസിക്കൂല്ല. അതുകൊണ്ട് ഞാൻ ആ കാര്യമൊന്നും ഇപ്പൊ പറയുന്നില്ല. എനിക്ക് ഉദാഹരണം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഉപ്പ യാക്കൂബ് നബിയിലാണ്. ഫസബറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, നന്നായി ക്ഷമിക്കുക തന്നെ എന്ന് പറഞ്ഞ ഒരു കട്ടിലേക്ക് വീണു, കരയാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു പറയാണ്, എന്റെ കണ്ണ് വേദനിക്കാൻ തുടങ്ങി, കണ്ണീര് വരാത്തത് കൊണ്ട്. ആ രൂപത്തിൽ ഞാൻ കരഞ്ഞു. വീട്ടിൽ നിന്നൊരാളും പുറത്തു പോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി അവതരിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി വേർക്കാൻ തുടങ്ങി. ശരീരത്തിൽ നിന്ന് വെള്ളത്തിന്റെ തുള്ളികൾ, വിയർപ്പിന്റെ കണങ്ങൾ, തിളങ്ങുന്ന വിയർപ്പ് തുള്ളികൾ വീഴാൻ തുടങ്ങി. അല്പസമയത്തിന് ശേഷം വഹി അവസാനിച്ചു. റസൂലുള്ളാഹി എഴുന്നേറ്റ് പറഞ്ഞു, യാ ആയിഷ അബ്ശിരി, ആയിഷ സന്തോഷിക്കുക. ആയിഷ എന്നൊക്കെ പറയുന്നത്, ഞാൻ വിചാരിച്ചത് റസൂലുള്ളാഹി സ്വപ്നത്തിൽ കാണുമായിരിക്കും ഞാൻ നിരപരാധിയാണെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ച് അള്ളാഹു അവന്റെ കിതാബിൽ ഒരു ആയത്തിറക്കി, അത് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷെ റസൂലുള്ളാഹി എഴുന്നേറ്റിട്ട് ആയത്ത് ഓതാൻ തുടങ്ങി, 10 ആയത്തുകള്. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും എന്ന് തുടങ്ങി 10 ആയത്തുകള് ഓതി കേൾപ്പിക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമ്മു റുമാനും എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആയിഷ, റസൂലിനെ പോയി തലയിൽ ചുംബിച്ചുകൊണ്ട് ശുക്ർ പറയേ. ആയിഷ റളിയല്ലാഹു മറുപടി, ഞാൻ എഴുന്നേൽക്കുകയും റസൂലിനോട് നന്ദി പറയുകയും ചെയ്യുകയില്ല. പിന്നെ ഞാൻ അഹ്മദുല്ലാഹ വഹ്ദഹു, എനിക്ക് നന്ദി പറയാനുള്ളത് എന്റെ സൃഷ്ടാവായ റബ്ബിനോട് മാത്രമാണ്. ലോകത്തൊരാളും എന്നെ വിശ്വസിക്കാത്ത സമയത്ത് എന്നെ വിശ്വസിച്ച് ഇത് അവതരിപ്പിച്ച നാഥൻ റബ്ബ് മാത്രമാണ്. ഈ ആയത്ത് അവതരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന്റെ അവസാനം നിങ്ങൾ പരിഭാഷയിൽ നോക്കുക, അത് ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും, അതൊരു തിന്മയാണ്, നിങ്ങൾക്കൊരു ഉപദ്രവമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല, അത് നിങ്ങൾക്ക് നന്മയാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണം അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് യുക്തിയുണ്ട്, അത് നിങ്ങൾക്ക് നല്ലതായി ഭവിക്കും എന്ന് ആയത്ത് ഇറങ്ങുകയും ചെയ്തു. ഇത് അവതരിച്ചതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ശിക്ഷ നൽകി. 80 അടിയാണ്. അങ്ങനെയുള്ള കാര്യം ഒരാൾ കേട്ടത് പറഞ്ഞാൽ, ലൗലാ ഇത് സമയത്തുമൂഹു, നിങ്ങളത് കേട്ട സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല, നിങ്ങൾ എന്തുകൊണ്ട് വിചാരിച്ചില്ല, സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ മുബീൻ, ഇത് വ്യക്തമായ ഒരു തിന്മയാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല, ഒരു കളവാണ് എന്നുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ വിചാരിച്ചില്ല, വിശ്വസിച്ചില്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ്. സൈനബ് റളിയല്ലാഹു അൻഹ ആയിഷ എന്നൊക്കെ പറയാണ്, ഞാനുമായി ലേശം പോലുള്ള സ്ത്രീയായിരുന്നു. ബുഖാരിയുടെ റിപ്പോർട്ടിൽ തന്നെ കാണാൻ പറ്റും. കാരണം രണ്ടാളും ചെറുപ്പക്കാരികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരിയുമാണ് ആര്? ഏറ്റവും അടുത്ത സൈനബ് റളിയല്ലാഹു അൻഹ. അതേപോലെ തന്നെ അള്ളാഹു ആകാശത്ത് വെച്ച് അള്ളാഹു വിവാഹം ചെയ്തു കൊടുത്ത മഹദിയാണ് സൈനബ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പലപ്പോഴും ആരാണ് കൂടുതൽ റസൂലിലേക്ക് അടുത്തവർ എന്ന് നോക്കാൻ വേണ്ടി മത്സരം ഉണ്ടാവാറുണ്ടായിരുന്നു. അതുകൊണ്ട് സൈനബ് അത് പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ആര് വിചാരിച്ചത്? ആയിഷാറൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ സൈനബ് റളിയല്ലാഹു അൻഹയോട് റസൂൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്, അവരെ സംബന്ധിച്ച് നല്ലതല്ലാതെ എനിക്കൊന്നും അറിയില്ല. അവർ പറഞ്ഞ മറുപടി അതാണ്. പക്ഷെ പെട്ടുപോയത് ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയാണ്. ചുരുക്കത്തിൽ ഈ വാർത്ത പ്രചരിപ്പിച്ച കൂട്ടത്തിൽ ആരുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത ആൾക്കാരുണ്ട്. മിസ്തഹന്, അതേപോലെ തന്നെ ഉമ്മു മിസ്തഹനും. പലപ്പോഴും ഭക്ഷണം കൊടുക്കാറുള്ളത്, സ്ഥിരമായി സ്റ്റൈപ്പൻഡ് കൊടുക്കാറുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ ഇനി മുതൽ മിസ്തഹന് കൊടുക്കാറുള്ള ആനുകൂല്യം, ശമ്പളം മാതിരി ഒരു ആനുകൂല്യം ഞാൻ നൽകാറുണ്ടായിരുന്നു, അത് ഞാൻ അവസാനിപ്പിച്ചു. കാരണം ഏറ്റവും ചുരുങ്ങിയതാണ്. നമ്മളുടെ ഉപ്പും ചോറും തിന്ന് അവസാനം എനിക്കെതിരെ സംസാരിച്ചല്ലോ എന്ന വികാരം ആർക്കും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഖുർആൻ വീണ്ടും അവതരിച്ചു, വലാ യഅ്തലി ഉലിൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅതു ഉലിൽ ഖുർബാ വൽ മസാകീൻ, നിങ്ങളുടെ കൂട്ടത്തിൽ
സാമ്പത്തികമായി ശേഷിയുള്ള ആളുകൾ ഒരിക്കലും സത്യം ചെയ്തു പോകരുത്. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസഅതി അൻ യൂതു ഉലിൽ ഖുർബ വൽ മസാകീൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജറ പോയ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ മിസ്കീന്മാരായി ജീവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഔദാര്യമായി നിങ്ങൾ വല്ലതും കൊടുക്കുന്നുവെങ്കിൽ, എന്തെങ്കിലും തെറ്റ് അവർ ചെയ്ത കാരണത്താൽ ഞാനിനി അത് കളയുന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കാൻ പാടില്ല. പിന്നെയോ അള്ളാഹുവിന്റെ ചോദ്യം, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ പരിപാലിക്കുന്ന, നിങ്ങൾക്ക് ജീവൻ നൽകിയ, റിസ്ക് നൽകിയ, എല്ലാ ഔദാര്യങ്ങളും നൽകിയ റബ്ബിനെ നിങ്ങൾ ധിക്കരിക്കുകയും എന്നിട്ട് അവൻ നിങ്ങൾക്ക് പുറത്തു നൽകുകയും ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവൻ നൽകാത്ത, നിങ്ങൾ സൃഷ്ടിക്കാത്ത, നിങ്ങൾ അന്നം നൽകാത്ത, എപ്പോഴോ അല്പം എന്തെങ്കിലും നാണയത്തൊട്ടുകൾ നൽകുന്നതിന്റെ പേരിൽ നിങ്ങളോട് അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞാനിനി അത് നിർത്തിക്കളയുമെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണോ? അതോടൊപ്പം അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങളോട് അല്ലാഹു പുറത്തു കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. ആയത്തിറങ്ങിയതോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പ്രഖ്യാപിച്ചു, വല്ലാഹി ലാ അഖ്തഉഹുമാ അബദാ. അവർക്ക് രണ്ടുപേർക്കും, അല്ലെങ്കിൽ മിസ്തഹന് ഞാൻ നൽകാറുണ്ടായിരുന്ന ആ ഭക്ഷണം, ആ ആനുകൂല്യം ഞാൻ എന്റെ ജീവിതകാലത്ത് എന്ത് പ്രയാസം വന്നാലും ഇനി അവസാനിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മടങ്ങുകയാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തർബിയത്ത്, ശിക്ഷണം റസൂൽ നൽകിയത്. ആ ഖുർആനിൽ എന്താണോ പറഞ്ഞത് ആ കാര്യം അങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബയ്യത്ത് ചെയ്യാൻ വേണ്ടി സഹാബിമാര് ഒരുമിച്ച് കൂടാനുണ്ടായ സാഹചര്യം നമ്മൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഇങ്ങനെയുള്ള സൂചന ഉണ്ടെങ്കിലും ജീവിതകാലത്ത് റസൂൽ ആർക്കും വസിയത്ത് നൽകുകയോ ഏൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 11-ാം വർഷം മരണപ്പെടുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, പ്രത്യേകിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട്, ആയിഷ, ഖൈബറിൽ നിന്ന് ഞാൻ ഭക്ഷിച്ച ആ വിഷം ഇപ്പോൾ എന്റെ കരള് തകർക്കുന്നതായി എനിക്ക് തോന്നുന്നു. റസൂലത അവിടുന്ന് വിഷം പുരട്ടിയ ഒരു മാംസക്കഷ്ണം ഒരു യഹൂദ സ്ത്രീ കൊടുത്തിരുന്നു. സഹായിമാരിൽ പല ആളുകളും പടഞ്ഞു മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ കൈ സംസാരിക്കുകയാണ് ചെയ്തത്, ഇതിൽ വിഷമുണ്ട് എന്നുള്ളത്. അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിൽ വെച്ച് കടിക്കാൻ ആരംഭിച്ചിരുന്നു, തുപ്പിക്കളഞ്ഞു. പക്ഷെ അതിന്റെ ആ വേദനയും ആ വിഷം എനിക്ക് ഏറ്റതായി ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോഴാണ് എന്റെ ആന്തരിക അവയവങ്ങളിലേക്ക് അത് എത്തിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ബഖീയിൽ ഒരു ജനാസ മറവ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശക്തമായ തലവേദന. വീട്ടിൽ വന്ന ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, എനിക്ക് വല്ലാത്ത തലവേദന. അപ്പൊ വീട്ടിൽ അതിലേറെ വലിയ തലവേദന ആയിഷ തങ്ങൾക്ക് അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് പറഞ്ഞു, എന്റെ തലയാണ് വേദനിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ തലവേദന അങ്ങോട്ട് കൂടി നീ മരിച്ചു പോയാൽ ഞാന് ഖബറ് കുഴിച്ച് നിന്നെ അതിൽ മറവ് ചെയ്യും. അപ്പൊ ആയിഷ തങ്ങൾക്ക് പറഞ്ഞു, നിങ്ങളാ ചിലപ്പോൾ വേറെ പെണ്ണും കിട്ടിയെന്ന് വരും. അവര് രോഷം കൊണ്ട് പറഞ്ഞു, എന്താണ് തമ്മിലുള്ള ആ ഭാര്യയും ഭർത്താവ് എന്ന നിലയിലുള്ള തർക്കാണ്. ഞാൻ മരണപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിഷയോട് ചോദിക്കാനുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദന കൂടി, പനി ആരംഭിച്ചു. സഹാബിമാരോട് റസൂല് പറഞ്ഞു, നിങ്ങൾ 7 കിണറുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് എന്റെ തലയിൽ ഒഴിക്കുക, എന്റെ ശരീരത്തിൽ ഒഴിക്കുക. തണുപ്പിക്കാനുള്ള ഒരു ചികിത്സയാണ് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്, വൈദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വെള്ളം ഒഴിച്ചതിന് ശേഷം സമാധാനം കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറി സഹായിമാരെ ഒരുമിച്ച് കൂട്ടി, എന്നിട്ട് പ്രസംഗിക്കാൻ ആരംഭിച്ചു. ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു ബൈന ദുനിയാ വൽ ആഖിറ. അല്ലാഹു അവന്റെ ഒരു അടിമക്ക് ദുനിയാവിലെ ജീവിതമാണോ വേണ്ടത്, അതല്ല മരണമാണോ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ആഖിറത്ത് തിരഞ്ഞെടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരത്തിനിടയിൽ പറഞ്ഞപ്പോ പള്ളിയുടെ ഒരു കോണിൽ നിന്ന് ഒരാൾ പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. ആളുകൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാണ്. അവർ പറഞ്ഞു, എന്താ ഇയാൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കഥ പറയാണ്. ഒരു മനുഷ്യൻ അല്ലാഹു മരിക്കണോന്ന് ചോദിച്ചു, അതല്ല ജീവിക്കണോന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്ത് പറഞ്ഞു? എനിക്ക് മരണമാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അതിനെന്തിനാ അബൂബക്കറെ നിങ്ങൾ കരയുന്നത്? അത് ഉദ്ധരിക്കുന്ന സഹാബിമാര് പറയാണ്, കാന അയലമിന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയാണ്, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും അറിവുള്ള ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ പറഞ്ഞപ്പോഴേക്ക് റസൂൽ അത് മനസ്സിലായി അബൂബക്കറിന്. ആരാണത്? റസൂല് സ്വന്തത്തെ പറ്റി തന്നെയാണ് ആ പറയുന്നത്, അതുകൊണ്ട് കരഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്ന മിൻ അമന്നന്നാസി അലയ്യ ഫീ സുഹബത്തിഹി വമാലിഹി അബൂബക്കർ. എനിക്ക് എന്തെങ്കിലും നൽകിയതിന്റെ പേരിൽ വല്ലതും എടുത്തു പറയാനുണ്ടെങ്കിൽ അത് പറയാൻ ഉള്ളത് അബൂബക്കറിന് മാത്രമാണ്. വസുഹബത്തിഹി, എന്നോട് സഹവസിച്ചതിന്റെ പേരിൽ എന്നോട് വല്ലതും പറയാനുണ്ടെങ്കിൽ, അത് എണ്ണി പറയാനുണ്ടെങ്കിൽ അത് അബൂബക്കറിന് മാത്രമാണ്.
അതുകൊണ്ട് വലൗ കുന്തു മുത്തഖിദൻ ഖലീല, ഞാൻ ദുനിയാവിൽ വെച്ച് ഒരു കൂട്ടുകാരനെ സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ ലത്തഖത്തു അബൂബക്കറിൻ ഖലീല, എന്റെ കൂട്ടുകാരൻ ആരാകുമായിരുന്നു? അബൂബക്കറുമായിരുന്നു. പക്ഷേ എനിക്ക് ഖലീലായി അള്ളാഹു മാത്രമാണുള്ളത്. ഭൂമിയിൽ എനിക്ക് എന്തില്ല? ഉറ്റ സുഹൃത്തായി, അത് സുഹബത്തിന്റെ അപ്പുറത്തുള്ളതാണ്. ഖില്ലത്ത് എന്ന് പറഞ്ഞ ഏറ്റവും ഉറ്റ ചങ്ങാതിയായി വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അള്ളാഹു ഇബ്രാഹിമിനെ ഖലീലാക്കിയതുപോലെ എന്നെയും എന്താക്കിയിട്ടുണ്ട്? ഖലീലാക്കിയിട്ടുണ്ട്. എനിക്ക് ദുനിയാവിൽ ഖലീലായി ഒരു മനുഷ്യനുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. വലാകിൻ ഉഖുവത്തുൽ ഇസ്ലാമി വമവദ്ദത്തുഹു, പക്ഷേ ബാക്കിയുള്ളത് ഇസ്ലാമിക സാഹോദര്യവും സ്നേഹമാണ്. അത് ഏറ്റവും കൂടുതൽ ബാക്കിയുള്ളത് ആരോടാണ്? അബൂബക്കറിനോടാണ്. അതുകൊണ്ട് സഹാബിമാരെ, ലാ യബ്ഖയന്ന ഫിൽ മസ്ജിദി ബാബുൻ ഇല്ലാ സുദ്ദ ഇല്ലാ ബാബ അബീബക്കർ. ഈ പള്ളിയിലേക്ക് ഓരോ സഹാബിമാർക്കും അവരുടെ വീട്ടിൽ നിന്ന് ഓരോ വാതിലുകളാണ്, കിളിവാതിലുകൾ. കാരണം സഹാബിമാരൊക്കെ പള്ളി ഉണ്ടാക്കിയത്, വീടുണ്ടാക്കിയത് റസൂലിന്റെ പള്ളിയോട് ചേർന്നാണ്. അപ്പൊ അതിൽ നിന്ന് എല്ലാവരും ബാങ്ക് കൊടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് നേരെ പള്ളിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നും അങ്ങനെ തന്നെയാണുള്ളത്. എല്ലാ വാതിലുകളും നിങ്ങൾ അടക്കുക, ഇല്ലാ ഖൗഖത്തി അബീബക്കർ, അബൂബക്കറിന്റെ വാതിലൊഴികെ. മദീന പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ആദിഹി ഖൗഖത്തു അബീബക്കർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ആ ചെറിയ കിളിവാതിൽ പുതുക്കി പണിതിട്ടുണ്ട്. അതവിടെ ആ ചെറിയ വാതില് നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റും. കിളിവാതിലല്ല, ശരിക്കുള്ള ചെറിയ വാതിൽ എന്ന അർത്ഥത്തിൽ. അത് മാത്രം നിങ്ങൾ ബാക്കിയാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യത്തിന് പള്ളിയിലേക്ക് നേരെ വരേണ്ടത് ആര് മാത്രമാണ്? അബൂബക്കറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാഷണം അവസാനിച്ചു. വീട്ടിലേക്ക് പോയി. അസുഖം വീണ്ടും കൂടാൻ തുടങ്ങി. ശമനം വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അടുത്തുള്ള ആളുകളോട്, മുറു അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്, എനിക്ക് പള്ളിയിലേക്ക് പോകാൻ വയ്യ. അല്പം പോകാൻ ശ്രമിച്ചു, സഹായിമാരുടെ തോളിൽ കൈയിട്ടിട്ട് പിന്നീട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മുറു അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറിനെ വിളിക്കുക, അദ്ദേഹം ഇമാമായി നിൽക്കട്ടെ. കേട്ടത് ആയിഷ റളിയല്ലാഹു. അവര് പറഞ്ഞു, ഇന്ന അബൂബക്കർ റജുലുൻ റഖീഖ്, അബൂബക്കർ ലോല ഹൃദയനാണ്. അദ്ദേഹം നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് നിസ്കരിച്ചാൽ കരയാൻ തുടങ്ങും, പിന്നെ ആളുകൾക്ക് കേൾക്കൂല പാരായണം. അതുകൊണ്ട് ഉമറിനോട് പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും കൽപ്പിച്ചു, മുറു അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് പറയൂ നിസ്കരിക്കാൻ. അപ്പൊ ആയിഷ റളിയല്ലാഹു മനസ്സിലായി റസൂലുള്ളാഹി കേൾക്കുന്നില്ല. അതുകൊണ്ട് ഹഫ്സയോട് പറഞ്ഞു, നീ ആ കാര്യം ഒന്ന് ശരിക്കും പറഞ്ഞു കൊടുക്ക്. അപ്പൊ ഹഫ്സ റളിയല്ലാഹു പറയാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ അടുത്ത് എഴുന്നേറ്റ് പോവുക. ഫൈന കുന്ന സ്വാഹിബ് യൂസുഫ്, നിങ്ങൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പേൽപ്പിക്കാൻ നോക്കിയ സ്ത്രീവർഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിച്ചു. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിന്നെ കൊണ്ട് കിട്ടിയ ഓരോ കാര്യമാണിത് എന്ന് ആയിഷാറയോട് സങ്കടം പറയുകയും ചെയ്തു. റസൂലുള്ളാഹിന്റെ അടുത്തുള്ള ചീത്ത അല്ലെങ്കിൽ ആക്ഷേപവാക്ക് നിങ്ങൾ കാരണത്താൽ എനിക്ക് കിട്ടിയല്ലോ എന്ന് സങ്കടം പറയുകയും ചെയ്തു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ഇമാമ് നിൽക്കാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിന്നത്. പക്ഷെ അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വേറൊരു സന്ദർഭത്തിലാണ്, നേരത്തെ പറഞ്ഞതല്ല, ഇപ്പൊ ഇത് അസുഖത്തിന്റെ സമയത്താണ്, മാറി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിന്റെ അടുത്ത് വന്നു, ഇമാമായി നിന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിനെ തുടർന്നു. സഹാബിമാരെല്ലാം അബൂബക്കറിന്റെ തക്ബീറും പാരായണവും കേട്ടുകൊണ്ടാണ് തുടർന്ന് നിസ്കരിച്ചത്. അവരെല്ലാവരും നിൽക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, എല്ലാവരും ഇരിക്കുക. അങ്ങനെയാണ് ഇമാമ് നിന്ന് നിസ്കരിച്ചാൽ മഅ്മൂമീങ്ങളും നിന്നാണ് നിസ്കരിക്കേണ്ടത്. ഇമാമു വല്ല കാരണത്താലും ഇരുന്നാൽ മഅ്മൂമീങ്ങളും ഇരുന്നാണ് നമസ്കാരം പൂർത്തിയാക്കേണ്ടത് അല്ലെങ്കിൽ തുടരേണ്ടത് എന്ന പാഠം കൂടിയും അതിലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഇമാമുമാര് നിർബന്ധമായും നിസ്കരിക്കുന്ന വേളകളിലൊക്കെയാണ് അത്തരം കാര്യങ്ങൾ പാലിക്കേണ്ടത്. അതല്ലെങ്കിൽ അസുഖവും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ അവർ മാറിക്കൊടുക്കുക. അഥവാ ഇമാമ് ഇരിക്കേണ്ട ഘട്ടം വന്നാൽ ഇമാമിനെ തുടരുന്ന ആളുകൾ ഇരിക്കേണ്ടതാണ് എന്ന് ഫിഖ്ഹിയായ ഒരു മസല കൂടി അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. പിന്നീട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസുഖം മൂർച്ഛിച്ചു, പള്ളിയിലേക്ക് വരാതെയായി. 3 ദിവസത്തോളം അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് ഇമാമായി നമസ്കരിച്ചത്. അപ്പോഴേക്ക് സഫർ മാസം അവസാന ദിവസങ്ങളിലാണ് റസൂലുള്ളാഹിക്ക് അസുഖം പിടികൂടിയത്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇമാമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാതിൽ തുറന്നു നോക്കി, നല്ല ആശ്വാസം. അത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളുക്കെ ചിരിച്ചു, ശരിക്കും പല്ല് കാണുന്ന രൂപത്തിൽ. അത് കണ്ടപ്പോൾ സഹാബിമാര് ശ്രദ്ധിച്ചു, റസൂലുള്ളാഹി പുറത്തേക്ക് വരികയാണല്ലോ. തലേ ദിവസം വരെ രാത്രി വളരെ ക്ഷീണിച്ച് കിടന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസുഖം ഭേദമായിട്ടുണ്ട് എന്ന് സന്തോഷിച്ചു.
അവരുടെ നമസ്കാരം തന്നെ കുഴപ്പത്തിലാവുന്ന രൂപത്തിൽ അവര് പിന്നെ റസൂലിന്റെ അടുത്തേക്ക് പോകാൻ പല ആളുകളും ഭാവിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുകൊണ്ട് വീണ്ടും ബെഡിൽ പോയി കിടന്നു. സഹാബിമാര് നമസ്കാരം പൂർത്തിയാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബെഡിലേക്ക് എത്തിയതോടുകൂടി വീണ്ടും രോഗം മൂർച്ഛിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നെഞ്ചിൽ തലയും ബാക്കി ശരീരഭാഗങ്ങളും മടിയിലും വെച്ചുകൊണ്ട് ഇഹലോകവാസം വെടിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസുഖം മൂർച്ഛിച്ച വേളയിൽ അവിടുന്ന് വിളിച്ചിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയെ ആദ്യം അസുഖം ഉണ്ടായ സമയത്ത്. എന്നിട്ട് പറഞ്ഞു, നിന്റെ ബാപ്പാനെയും നിന്റെ സഹോദരനെയും വിളിച്ചുകൊണ്ട് വാ, ഞാനൊരു ഒരു എഴുത്ത് എഴുതട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഞാൻ എഴുതട്ടെ, നിങ്ങൾ എഴുത്തുകാരെ വിളിക്കുക. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു. അദ്ദേഹം പറഞ്ഞു, നമ്മൾക്കിടയിൽ, ഇത് ഇമാം ബുഖാരി ധരിച്ച സഹീഹ് ബുഖാരിയിലുള്ള റിപ്പോർട്ടാണ്, നമ്മൾക്കിടയിൽ അള്ളാഹുവിന്റെ കിതാബ് ഉണ്ടായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ട് റസൂലിനെ കൊണ്ട് എഴുതിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, അല്ല, എഴുതാനുള്ള പേനയും ആ കോലും വെള്ളവും പേപ്പറും ഒക്കെ കൊണ്ടുവരാതെ. ചില ആളുകൾ പറഞ്ഞു, അവിടെ എഴുതിക്കണോ എഴുതിക്കണ്ടേ എന്നുള്ളത് ചർച്ചയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ അടുത്ത് നിന്ന് എല്ലാവരും എഴുന്നേറ്റ് പോവുക, ലക്ഷ്യം വേറെ ഉണ്ടാക്കാതെ എന്ന് അവർ ആക്ഷേപിച്ചു. അപ്പോഴേക്ക് ഈ കാര്യം പരന്നു സഹായമാർക്കിടയിൽ. പള്ളിയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ എഴുതാൻ വേണ്ടി എഴുത്തുകോല് ചോദിക്കുന്നുണ്ട്, എഴുതുന്ന ആളുകളെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഉമർ ഇത് പറഞ്ഞ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് വന്നിട്ട് പറഞ്ഞു, ഇന്ന റസിയ്യത കുല്ല റസിയ്യ മാ ഹാല ബൈന റസൂലില്ലാഹി വബൈന കിതാബത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസുഖം പിടിച്ച ഈ സമയത്ത് എന്തോ എഴുതാൻ ഉദ്ദേശിച്ചത് പിന്നെ മുടക്കിയ ആൾക്ക് എല്ലാ നാശവും എന്ന് അദ്ദേഹം വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്തു. ഈ പ്രയോഗത്തിൽ നിന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ വസിയത്ത് ചെയ്യാൻ വിചാരിച്ചിരുന്നു, അത് അലി റളിയല്ലാഹു അൻഹു ഖലീഫയാവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വസിയത്ത് ചെയ്യാൻ വിചാരിച്ചിരുന്നത് എന്നൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവമായുടെ ഈ വാക്കും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തടസ്സവാദം ഒക്കെ ഇപ്പൊ ഇങ്ങനെ ചില ആളുകൾ യോജിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതാൻ ഉദ്ദേശിച്ചത് എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ട്, നീ ഉപ്പാനെയും നിന്റെ സഹോദരൻ അബ്ദുറഹ്മാനെയും വിളിക്കുക. ഫഇന്നി ഉരീദു അൻ അക്തുബ കിതാബൻ, ഞാൻ ഉദ്ദേശിക്കുന്നു ഒരു കിതാബ് എഴുതാൻ. ലിഅല്ലാ യതമന്ന മുതമന്നിൻ, അത്യാഗ്രഹമുള്ള ഒരാളും ഞാനാണ് ഖലീഫ എന്ന് പറയാതിരിക്കാൻ വേണ്ടി. യഅബല്ലാഹു വൽ മുഅ്മിനൂന ഇല്ലാ അബൂബക്കർ, അല്ലാഹുവും മുഅ്മിനീങ്ങളും അബൂബക്കറിനെ അല്ലാതെ വിചാരിക്കുന്നില്ല. അതാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഇമാം മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതാണ് എഴുതാൻ ഉദ്ദേശിച്ചത്, അതല്ലാതെ വേറെ കാര്യമൊന്നുമല്ല. പക്ഷെ ഈ സംഗതി റസൂലുള്ള പ്രത്യേകം ഉപദേശിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് അറിയാമെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഉമർ റളിയല്ലാഹു അൻഹു. പിന്നീട് 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അതിൽ തിങ്കളാഴ്ച തന്നെ നല്ല ആരോഗ്യം കൊണ്ടെടുത്തിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ച് ഉപദേശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ച് ഉപദേശിച്ചിട്ടുണ്ട്. ആ സമയത്തൊന്നും ഒരു വസിയത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചിട്ടില്ല. ഉമറിന്റെ ആ നിർദ്ദേശപ്രകാരം അതിന് ആവശ്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അംഗീകരിച്ചു എന്നാണ് ആ സംഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, അത് എഴുതേണ്ട കാര്യമില്ല, ഇവർക്ക് എന്നെ അറിയാം എന്ന അർത്ഥത്തിൽ വിട്ടുകളയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ഇങ്ങനെ അസുഖം മാറിയത് അറിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാര ശേഷം അവരുടെ 4ാമത്തെ ഭാര്യ നമ്മൾ പഠിച്ചിരുന്നു, ഉമ്മു കുൽസൂം ബിൻത്ത് ഖാരിജ, അവരുടെ വീട്ടിൽ പോയതായിരുന്നു. സുൻഹ എന്ന് പറഞ്ഞ അന്നുണ്ടായിരുന്ന ഒരു സ്ഥലം മദീനയുടെ അടുത്ത് പള്ളിയുടെ, അവിടേക്ക് പോയതാണ് ഒരു കുതിരപ്പുറത്ത്. അപ്പോഴേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസുഖം മൂർച്ഛിക്കുകയും ഇമാം ഇബ്നു കസീർ അൽ ബിദായ വൻ നിഹായയിൽ പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുകയും ചെയ്തു എന്നാണ്. എന്നാൽ ബാക്കിയുള്ള ചരിത്രകാരന്മാരും മുഹദ്ദിസുകളും പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഹാ സമയത്താണ് ഇഹലോകവാസം പിടിഞ്ഞത് എന്നാണ്. ഏതായിരുന്നാലും 11 മണിക്ക് ശേഷമായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടാവുക. ഇത് കേട്ടതോടുകൂടി സഹായിമാർക്ക് നിലതെറ്റി. ഇപ്പൊ നമ്മളിൽ പല ആളുകൾക്കും നിലതെറ്റുന്നുണ്ട്. 11 മണിയാകും പുറമേലോ 12-ന്. എന്താണെന്നറിയോ? പായസം അടിച്ചു കയറിയിട്ട്. അത് ഏത് സമയമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് വിട വാങ്ങി ലോകം മുഴുവൻ ദുഃഖിക്കുകയാണ്. സഹാബിമാർക്ക് അവരുടെ സമനില തെറ്റി. ആദ്യം വിവരം കേൾക്കുന്നത് അടുത്ത് തന്നെ ഉണ്ടായിരുന്ന മുഗീറത്ത് ബിൻ ശുഅബയും ഉമർ ബിൻ ഖത്താബുമാണ്. ആരോ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് ഓടി വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി, എന്നിട്ട് പറഞ്ഞു, എന്തൊരു ബോധക്ഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഈ അസുഖം ബാധിച്ചിട്ട് തളർന്ന് ബോധം നഷ്ടപ്പെട്ട് ഉറങ്ങുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അപ്പൊ മുഗീറ നോക്കിയിട്ട് പറഞ്ഞു, വല്ലാഹി റസൂലുള്ളാഹി മാത്ത. ഉമറേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധം കെട്ടതല്ല, പിന്നെയോ റസൂലുള്ളാഹി മരണപ്പെട്ടിട്ടുണ്ട്. ഉടനെ ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസ് കാണാൻ പറ്റും, മുഗീറത്ത് ബിൻ ശുഅബയോട് അബൂബക്കർ കയർത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഫിത്നന്റെ ആളാണ്,
മുഗീറത്ത് ബിൻ ശുബയോട് ഉമർ റളിയല്ലാഹു അൻഹു കോപിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇന്നക റജുലുൻ തഹൂസു ഫിത്ന, നീ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ്. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു എന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവിന്. അതുകൊണ്ട് പറയാൻ. എന്നിട്ട് നേരെ പള്ളിയിലേക്ക് പോയി. അവിടെ എത്തിയിട്ട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം അബൂബക്കറിന്റെ അടുത്തെത്തി. അദ്ദേഹം പെട്ടെന്ന് തിരിച്ചു വന്നു. ആരോടും സംസാരിക്കാതെ ആയിഷ റളിയല്ലാഹു വീട്ടിൽ ചെന്നു. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്നത്, താമസിച്ചിരുന്നതും അവിടെ തന്നെയായിരുന്നു. വിരി ഉയർത്തി നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിയിലും കണ്ണുകളുടെ ഇടയിലും ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹു തിബ്ത ഹയ്യൻ വമൈത, അള്ളാഹുവിന്റെ ദൂതരെ, നിങ്ങൾക്ക് ജീവിതകാലത്തും മരണസമയത്തും എന്തൊരു സുഗന്ധം. വാ സഫിയ വാ ഖലീല, എന്റെ കൂട്ടുകാരാ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോക്കി അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ണീര് വാർത്തു ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു ലാ യജ്മഉ ലക്കല്ലാഹു മൈതത്തൈൻ, അള്ളാഹു നിങ്ങളെ 2 പ്രാവശ്യം മരിപ്പിക്കൂല. നിങ്ങൾക്ക് അള്ളാഹു വിധിച്ച മരണം ഇവിടെ സംഭവിച്ചു. ഇത് കേട്ടതോടുകൂടി സാഹിബന്മാർക്കൊക്കെ മനസ്സിലായി അള്ളാഹുവിന്റെ റസൂല് മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹു മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേരെ പോയത് പള്ളിയിലേക്കാണ്, അവിടെ നിന്ന് പ്രസംഗിക്കാൻ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേൾക്കാറുണ്ടായിരുന്നത് വാൾ ഊരിപ്പിടിച്ച് സംസാരിച്ചു നോക്കിയാണ്. അതൊന്നും ഹദീസുകളിൽ ഇല്ല. ഇമാം ബുഖാരിക്ക് ഉദ്ധരിച്ച ഹദീസിലുള്ളത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസാ നബി അലൈഹി സ്വലാം ഹാറൂൻ നബിയെ ഏൽപ്പിച്ച് പോയതുപോലെ, ബനീ ഇസ്രായേലർക്ക് തൗറാത്ത് വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതുപോലെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോയതാണ്. തിരിച്ചു വരും. അങ്ങനെ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞ ആൾക്കാരുടെ നാവ് അരിയും, അവരുടെ കൈകാലുകൾ റസൂലിനെ മുറിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുന്നത്. ഇത് അംഗീകരിക്കാൻ അദ്ദേഹത്തിന് പറ്റണില്ല. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രസംഗിച്ചത് എന്നൊക്കെ അദ്ദേഹം പിറ്റേ ദിവസം തിരുത്തി ആ കാര്യം പറയുന്നുണ്ട്. വേറെ ഒരുപാട് സഹാബിമാർക്ക് സമനില തെറ്റി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ മദീനയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിനോട് സഹാബിമാര് പോയി സലാം പറഞ്ഞു. അദ്ദേഹം അറിയുന്നില്ല സലാം പറയുന്നത്. അങ്ങനെ ഉണ്ടാവല്ലോ ചില സമയത്ത് മനുഷ്യർ ആ പരിസരം മറക്കുന്ന രൂപത്തിൽ പല സഹാബിമാരും, പ്രഗത്ഭരായ പല സഹാബിമാർക്കും ദുഃഖം കൊണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഏറ്റവും സന്ദേശമുള്ള ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്ന ദിവസമാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് മദീന ഇരുട്ടുമൂടിപ്പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ട ദിവസമാണ് എന്നൊക്കെ കവിതയിലൂടെയും അല്ലാതെയൊക്കെ സഹാബിമാരുടെ ഒരുപാട് അനുഭവങ്ങൾ അവർ പറയുന്നുണ്ട്. ഈ വാർത്ത നമ്മളുടെ ഭാഷയിൽ കാട്ടുതീ പോലെ അറേബ്യയിൽ ഒന്നായി പ്രചരിക്കുകയാണ്. ആളുകളൊക്കെ മദീനയിലേക്ക് വരാൻ തുടങ്ങി. പല ആളുകളും വിശ്വസിക്കുന്നവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടത്, പല ആളുകളും ഇനി എന്തിനാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരാശ ബാധിച്ചിരിക്കുകയാണ് എല്ലാവരെയും. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രസംഗം. എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടിട്ടില്ല. ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്ത് വന്നിട്ട് പറഞ്ഞു, അയ്യുഹൽ ഹാലിഫ് അലാ റിസ്ലിക, നിന്റെ സത്യം ചെയ്യൽ മതിയാക്കിയിട്ട് അവിടെ ഇരിക്ക്. ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗം നിർത്തിയതുമില്ല, ഇരുന്നതുമില്ല. കാരണം അദ്ദേഹം ആ സമയത്ത് സമനില തെറ്റിയ രൂപത്തിലുള്ള സംസാരമാണ്. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വിട്ടിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കാൻ ആരംഭിച്ചു. അദ്ദേഹം ഹംദും സലാത്തും ചൊല്ലിക്കൊണ്ട് പറഞ്ഞത്, ഫമൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ മുഹമ്മദ് ഇതാ മരണപ്പെട്ടു. അള്ളാഹുവിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ അള്ളാഹുവാണ് മരിക്കാത്തവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉഹദ് രണാങ്കളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി പ്രചരിച്ചപ്പോ അള്ളാഹു ഇറക്കി ആയത്തുണ്ടായിരുന്നു. പല സഹാബിമാരും ഉഹദിൽ നിന്ന് തന്നെ ഓടി മദീനയിൽ വന്നിട്ടാണ് അവർ നിന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചു, ഇനി എന്തിനാ നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരാശ ബാധിച്ചുകൊണ്ട് ആ സമയത്ത് അള്ളാഹു ഇറക്കിയ ആയത്തായിരുന്നു എന്ത്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ അഫഇമ്മാത ഔ ഖുതില അൻകലബ്തും അലാ അഖാബിക്കും. മുഹമ്മദ് മറ്റ് പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകൻ മാത്രമാണ്. മുഹമ്മദിന് മുമ്പ് ഒരുപാട് നബിമാര് ജീവിച്ചിട്ടുണ്ട്, അവർ മരണപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. അഫഇമ്മാത ഔ ഖുതില, മുഹമ്മദ് മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ ഇൻകലബ്തും അലാ അഖാബിക്കും, നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണോ? അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ആ അള്ളാഹുവിനുള്ള ഇബാദത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ദീൻ, അതിന്റെ പ്രചാരകനാണ് മുഹമ്മദ്. അല്ലാതെ മുഹമ്മദ് മരണപ്പെട്ടതോടുകൂടി ഇസ്ലാം ദീൻ അവസാനിക്കുന്നില്ല എന്ന അർത്ഥം വരുന്ന ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ഭൂമിയിലേക്ക് അങ്ങ് അമർന്നു, ചെറിയ കുട്ടിയെ പോലെ വാവിട്ട് കരിഞ്ഞ് അവിടെ ഇരുന്നു. അദ്ദേഹം പറയാണ്, ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടായിരുന്ന കാര്യം മനഃപ്പാടമാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ അവതരിച്ച രൂപത്തിലാണ് ഞാനത് കേട്ടത്.
സഹാബിമാരൊക്കെ അത് അംഗീകരിച്ചു. 4 പാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിര്യാതനായി വഫാത്തായി എന്ന വാർത്ത ശരിയായ രൂപത്തിൽ തന്നെ അവർ സത്യപ്പെടുത്തുകയും അംഗീകരിക്കുകയും ചെയ്തു. ഉടനെ ഈ സംഭവം നടക്കുന്നത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ഈ ചർച്ചയും വർത്തമാനങ്ങളൊക്കെ അറിയുമ്പോഴേക്ക് തിങ്കളാഴ്ച വൈകുന്നേരമായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവും നബിയുടെ അടുത്ത കുടുംബക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിപ്പിക്കാനുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായി. തിങ്കളാഴ്ച തന്നെ. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയുന്നത്, അൻസാരികൾ എല്ലാവരും പാടെ സഖീഫത്ത് ബനി സായിദ എന്ന തോട്ടത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് പുതിയ ഖലീഫയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി. ഈ രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു നമ്മളെ നയിച്ച് നമ്മൾക്ക് ഹിദായത്ത് നൽകിയത്, അതേപോലെ തന്നെ നമുക്ക് നേതൃത്വം നൽകിയത്. ഇനി ആരുണ്ട് നമ്മൾക്ക് ഇമാമ നിൽക്കാൻ, നമ്മൾക്ക് നേതൃത്വം വഹിക്കാൻ? മുഹാജിറുകളൊക്കെ ചിലപ്പോൾ മക്കയിലേക്ക് തന്നെ പോയാലോ അവരുടെ തറവാട്ടിലേക്ക് നമ്മൾ ഒറ്റപ്പെടുമല്ലോ, നമ്മളെ പല ആളുകളും ആക്രമിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പോയിട്ട് ഒരു ഖലീഫയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി മീറ്റിംഗ് കൂടിയതായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമർ റളിയല്ലാഹുവിന്റെ ചെവിയിലെത്തി. അദ്ദേഹം എത്രയും പെട്ടെന്ന് അബൂബക്കറിനെയും കൂട്ടി റളിയല്ലാഹു അൻഹു അതേപോലെ വഴിയിൽ വെച്ച് അബൂ ഉബൈദ അൽ ജറാഹിനെയും കണ്ടു. അവർ 3 പേരും സഖീഫത്ത് ബനി സായിദയിൽ പോവുകയും പിന്നീടുള്ള ചർച്ചകൾ നമ്മൾ കേൾക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖലീഫയായി ബയ്യത്ത് ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച വഫാത്തായി. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പിക്കുന്ന കാര്യങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെയും ഫദ്ൽ ഇബ്നു അബ്ബാസിനെയും ഒക്കെ ഏൽപ്പിച്ചുകൊണ്ട് സഖീഫത്ത് ബനി സായിദിലേക്ക് പോയി. തിരിച്ചു വന്നു. ബയ്യത്തിന് ശേഷം ചൊവ്വാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനാസ ഒരുക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കി. രാവിലെ തന്നെ റസൂലിന്റെ പേരിൽ സഹാബിമാർ നിസ്കരിക്കുകയായിരുന്നു. ഒരാളും ഇമാമ് നിൽക്കാനുണ്ടായിരുന്നില്ല. ഓരോരുത്തരും ഒറ്റയ്ക്ക് ആളുകൾ വീട്ടിലേക്ക് കയറി. ചെറിയ വീടാണ്. ഒരാൾ നിസ്കരിക്കാൻ നിന്നാൽ മുന്നിൽ ഒരാൾ കിടന്നാൽ സുജൂദ് ചെയ്യാൻ സ്ഥലമില്ലാത്ത ചെറിയ വീടാണ്. അവിടെയാണ് നിസ്കാരം നടക്കുന്നത്. ആരും ഇമാമ് നിൽക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഓരോരുത്തരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ജനാസ നമസ്കരിച്ചു. എത്ര ആളുകൾ? 10,000-കണക്കിന് സഹാബിമാര്. ചൊവ്വാഴ്ച തീർന്നു. ആ ദിവസം അവസാനിച്ചു. അപ്പോൾ എന്ത് ചെയ്തിട്ടില്ല? മയ്യത്ത് നമസ്കാരം അവസാനിച്ചിട്ടില്ല. ചൊവ്വാഴ്ച തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയിൽ വെച്ചുള്ള പരസ്യമായ ബയ്യത്തും നടന്നു. പിറ്റേ ദിവസം ബുധനാഴ്ച രാവിലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്തത്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് നമ്മളുടെ ചരിത്രത്തിലൊക്കെ ആളുകൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു? ഖലീഫയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി സഖീഫത്ത് ബനി സായിദയിൽ ചെന്നു. തർക്കം മൂർച്ഛിച്ചു. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്തത് എന്നാണ്. അതൊക്കെ ജനങ്ങളുടെ ഭാവനകളാണ്. അതല്ലെങ്കിൽ അതല്ല സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്യാൻ വൈകാൻ കാരണം ഒന്ന് മരണപ്പെട്ടത് തന്നെ ഉച്ചയാവുമ്പോഴാണ്. അതിനുശേഷം ആ കാര്യമൊക്കെ സ്ഥിരീകരിച്ച് കുളിപ്പിക്കൽ കഴിഞ്ഞപ്പോഴേക്ക് രാത്രിയായി. പിറ്റേ ദിവസം അല്ലെങ്കിൽ രാത്രി മുതൽ തന്നെ, കാരണം ആ പ്രയോഗങ്ങളിലൊക്കെ ഇമാം ബുഖാരിയുടെ ഒക്കെ ഹദീസിൽ കാണുന്നത് അലി റളിയല്ലാഹു അൻഹു സഖീഫത്ത് ബനി സായിദിലേക്ക് പോയിട്ടില്ല. ആ സമയത്ത് റസൂലിനെ കുളിപ്പിക്കുകയാണ്. അപ്പോൾ കുളിപ്പിക്കൽ എന്ത് ചെയ്തിട്ടുണ്ട്? തിങ്കളാഴ്ച തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ ചൊവ്വാഴ്ച ഈ രൂപത്തിൽ നമസ്കാരം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് വൈകിയത്. ബുധനാഴ്ച മറവ് ചെയ്യുകയും ചെയ്തു. അതല്ലാതെ അധികാരത്തിന് വേണ്ടി വടംവലി നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്യുന്നത് വൈകിപ്പിച്ചതല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് പ്രവേശിച്ചാൽ ഇപ്പോൾ നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ ആ കാര്യങ്ങൾ വിശദമായി നമ്മൾക്ക് കേൾക്കാം. ഇവിടെ നമ്മളിന്ന് സംസാരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പദവിയും അദ്ദേഹത്തിന്റെ ഖിലാഫത്തിനുള്ള യോഗ്യതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിരുന്നു. സഹാബിമാര് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്യാനുണ്ടായത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്ത്യ യാത്രയും നമ്മൾ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സംസാരിച്ചതിനെ ഒരു സാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. സംസാരിച്ചതിനെയും കേൾക്കുകയും ചെയ്തതിനെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.